നിൽക്കുന്നത് വടശ്ശേരിക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ പട്ടികവർഗ വികസന വകുപ്പിന്റെ കോളേജിലെ നാടകത്തിലെ ആളുകളാണ്. ആദ്യം ഇവരുടെ പ്രകടനം കാണാം, എന്നിട്ട് തിരിച്ചു വരാം. മണിക്കുട്ടി, ചേട്ടൻ പാടുന്ന പാട്ടൊക്കെ പാടാറുണ്ടോ? അതോ നീയൊക്കെ മറന്നോ? അച്ഛൻ അച്ഛാ, അച്ഛന്റെ ട്രങ്ക് പറ്റിയ ഞാൻ എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകും. പക്ഷേ അതൊക്കെ ഒറ്റ രാത്രി കൊണ്ടില്ലാതല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ മലയും കാവും പതിയും എന്തിന് എന്റെ കിളപ്പാടം വരെ ഇല്ലാതാക്കി. ഇതുപോലെ റിപ്പോർട്ടില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ടത്. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു നാടകം? പൊളിച്ചില്ലേ? പൊളിക്കും. നിരവധി സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് അതിൽ ഹാസ്യവും വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള ടീമാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലോട്ട് തന്നെ ആദ്യം പോകണം. ഇവരൊക്കെയാണ് അരങ്ങിലെത്തിയവർ. ഇവരൊക്കെ തന്നെ ഗംഭീരമായ കയ്യടികളാണ് കാണികളിൽ നിന്നും വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വന്തം എങ്ങനെ തോന്നുന്നു വിലയിരുത്തൽ നിങ്ങളുടെ പ്രകടനത്തെ പറ്റി? നാടകം നല്ല രീതിക്കാണ് ഞങ്ങൾ കളിച്ച്. നല്ല നാടകം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാടകം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് സംവിധായകർ ഈ നാടകത്തിൽ തന്നെ പ്രധാനപ്പെട്ട സംവിധായകർ എന്നോടൊപ്പം നിൽക്കുകയാണ്. സാർ എന്ത് തോന്നുന്നു? പിള്ളേർ പൊളിച്ചോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തു. അവരെ കൊണ്ട് ഇപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പ്രധാനമായും എല്ലാവരും പറഞ്ഞത് ഇവരുടെ എനർജി ആയിരുന്നു. അത്രയ്ക്ക് എനർജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സംസാരം. അതെ, എനർജി, ഭയങ്കര എനർജിയുള്ള ഒരു ബോൺ എനർജിയാണ് അവർക്ക്. അത് നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലല്ല ചെയ്തത്. അവരുടെ ഇവരോട് സംസാരിച്ച് ഇവരുടെ താല്പര്യം, ഇവരുടെ അപ്പിയറൻസ്, ഇവരെ ഇവിടെ നിന്നും വരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ പിന്നെ ആലോചിച്ച് നമ്മളങ്ങനെ ഈ സ്ക്രിപ്റ്റിനെ ആ രൂപത്തിലേക്ക് ആക്കി മാറ്റിയായിരുന്നു. മീൻസ് നമ്മളിപ്പോൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർ സ്ഥിരം കയറി ഇറങ്ങുന്ന സ്ഥലങ്ങളും പ്രദേശങ്ങളും കണ്ടു വളർന്ന കുറേ സാധനങ്ങളും അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ കണ്ടംപററി ഇഷ്യൂസും കുറേ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടല്ലായിരുന്നു നമ്മൾ ഇവരുടെ അടുത്തേക്ക് ചെന്നത്. ഇവരെ കൊണ്ട് തന്നെ ആ സ്ക്രിപ്റ്റിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് ചെയ്യിപ്പിച്ച്. അതും ഭയങ്കര രസമായിട്ട് ഒരു പെർഫോം ചെയ്തു. എല്ലാവരും നല്ല അസാധ്യ പാട്ടുകാരാണ്, എല്ലാവരും നല്ല പാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ നാടകത്തിനകത്ത് നമുക്ക് ഒരു പാട്ട് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവർ പാടുക, നമുക്കത് ഏത് പാട്ട് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. പാടുന്നു, അതുപോലെ തന്നെ നല്ല ഡാൻസുകാർ, പിന്നെ എന്ത് പറഞ്ഞാലും മടിയില്ലാത്ത ആൾക്കാരാണ്. ഭയങ്കര രസമായിരുന്നു. അത് കാരണം ഇതിന് തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയെടുക്കാനൊക്കെ എത്ര സമയം എടുത്തു? അത് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ആദ്യം ഒരു ഫോം ഉണ്ടാക്കിയിട്ട് ആ ഫോമിലേക്ക് പിന്നെ ഞങ്ങൾ പയ്യെ ക്യാരക്ടർക്ക് വേണ്ട ഡയലോഗുകളും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങളത് ചെയ്ത് തീർത്തു. പിന്നെ അത് പിന്നെ ഇവരുടെ അടുത്ത് ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചാണ് പിന്നെ ഞങ്ങൾ മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
മറ്റൊരു സംവിധായകനാണ്. എന്താ പേര്? പേര് സുനിൽ എന്നാണ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്, അങ്കമാലിക്കാരനാണ്. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ ഒന്നൊരു നാടകം ചെയ്യാമെന്ന് പറയുമ്പോൾ അത് കുറച്ച് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് ഈ പറഞ്ഞ കുട്ടികളെ കാണണം, കുട്ടികളുടെ പെരുമാറ്റം കാണണം, കുട്ടികളെങ്ങനെ ആക്ട് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. അങ്ങനെ വന്ന് നമ്മൾ പിള്ളേരുടെ അടുത്ത് വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം നമ്മൾ വന്ന ദിവസം ശരിക്കും പറഞ്ഞ ഒരു മഴയുള്ളൊരു ദിവസത്തെ ഈ പിള്ളേരെല്ലാവരും മഴ ഇടിവെട്ടുള്ളൊരു ദിവസം ഇവർ ഈ മഴയത്ത് കിടന്ന് ഭയങ്കര ചാട്ടവും കളിയും ഇവരെ എനർജി കണ്ടപ്പോൾ തന്നെ പിള്ളേരെ ഞങ്ങൾക്ക് ഓക്കെ ഫിക്സാക്കി. അതിന് പിന്നെ ഇനി ആരൊക്കെ എന്തൊക്കെ ഡയലോഗ് ക്ലാരിറ്റി ആയിട്ട് പറയും എന്നുള്ളത് മാത്രം കേട്ടാൽ എന്നുള്ളൊരു മൂടായിരുന്നു. പക്ഷേ പിള്ളേരെല്ലാവരും അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് നമ്മുടെ കൂടെ നിന്നു. അവരവരുടെ എനർജി തന്നു, അവരവരുടെ ഡയലോഗുകൾ പറഞ്ഞു. നമുക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട് ഈ പിള്ളേരോട് വർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് വലിയ ഗിമ്മിക്സ് കാണിക്കാനോ വലിയ സെറ്റ് കൊണ്ട് അമ്മാനം ആടാനോ അതല്ല ശരിക്കും. പക്ഷേ ഇവർ പറയുന്ന സബ്ജക്റ്റ് അത് ഇവർ ഉൾക്കൊണ്ട് ഇവരത് നല്ല രസകരമായിട്ട് കാണികൾക്ക് കൊടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്റ്റേറ്റ് ഇവിടെ വന്ന് കളിക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. ഇവരിവിടെ നിൽക്കാൻ പറ്റിയത് ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് അനുഗ്രഹമാണ്. താങ്ക് യു ചിൽഡ്രൻസ് ടീം. അല്ല, അതോടൊപ്പം ഇപ്പൊ ഈ നാടകത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, സ്ട്രൈക്കിംഗ് വിഷയം ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് കലയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വർണ്ണ ജാതി വിവേചനങ്ങളൊന്നുമില്ല. കലയെ അത് നിറഞ്ഞ കൈയടിയായിരുന്നു കാണിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഉള്ളിൽ നിന്ന് കൈയടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ജില്ലയിൽ നമുക്കത് ഫേമസ് ആയത് അതുകൊണ്ട് തന്നെയാണ്. ജില്ലയിലെ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറയുന്നത് ഈ കുട്ടി തന്നെയാണ്. അതുപോലെ നമ്മുടെ വിഷയങ്ങൾ, ആനുകാലികമായ 6 വിഷയങ്ങൾ ഒരേ ഫ്രെയിമിൽ കഥയ്ക്കകത്തൊരു നാടകത്തിന് ഒരു നാടകം, അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത വിഷയം. അതുകൊണ്ടാണ് ഇവിടെ തുടക്കം മുതൽ കൈയടി ഏറ്റുവാങ്ങിയത്. അതിന് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗംഭീരമായ വിജയമാണ് ഞങ്ങളുടെ സ്കൂളിൽ. അതായത് സ്കൂളിൽ HM കൂടി നിൽക്കുകയാണ്. മാഡം എന്ത് തോന്നുന്നു പിള്ളേരുടെ ഒരു പ്രകടനത്തെ പറ്റി? സ്റ്റേറ്റ് സന്തോഷം തോന്നുന്നു. കാരണം പിന്നെ ഇത്രയും നല്ല രീതിയിൽ നല്ലതായിട്ട് അവർ അത്രയും പേര് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നല്ല ഫ്ലെക്സിബിളായിട്ട് തന്നെ അത് ചെയ്തു. ആ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ കുട്ടികൾ ആ വിഷയം ശരിക്കും മനസ്സിലാക്കി അവർ പറഞ്ഞു കൊടുത്ത നാടക മാസ്റ്റർ പറഞ്ഞു കൊടുത്ത രീതിയിൽ അവർ നന്നായിട്ട് സബ് ജില്ലയിൽ നിന്ന് കിട്ടി ജില്ലയ്ക്ക് പോയപ്പോൾ അതിലും നന്നായിട്ട് അവർ പെർഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിലേക്ക് വന്നു. ഞങ്ങൾ A ഗ്രേഡ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ അതിൽ സന്തോഷമുണ്ട്. ഈ കുട്ടികളെ കൊണ്ട് വളരെ അഭിമാനമുണ്ട്. 2022 സ്റ്റേറ്റിൽ പോയ കുട്ടികളും ഉണ്ട് ഇതിനകത്ത്. 2022 കോഴിക്കോട് ഞങ്ങൾ സ്റ്റേറ്റിൽ പങ്കെടുപ്പിച്ചു. അതിലുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അന്ന് ജില്ലയിൽ ഫസ്റ്റ് നടന്നുള്ള അവാർഡ് കിട്ടിയത് അമർനാഥിനാണ്. ആ കുട്ടി തന്നെയാണ് ഇന്നത്തെ നാടകത്തിന്റെ മെയിൻ ഇത്. 2ാമത്തെ തവണയാണ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് സ്റ്റേറ്റിൽ. എന്നാൽ നമുക്ക് അമർനാഥിലോട്ട് തന്നെ പോകണം. എന്താണ് അമർനാഥ്? ഇത് സോളോ സ്ക്രീനിൽ നീ മാത്രം വേദിയിലുണ്ടായിരുന്നപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ തകർത്ത് പെർഫോം ചെയ്തൊക്കെ ഉണ്ട്. എന്ത് തോന്നുന്നു? ഒറ്റയ്ക്ക് നമ്മൾ ഷോൾഡർ ചെയ്യാണല്ലോ പെർഫോമൻസ്. എന്ത് തോന്നുന്നു? എനിക്ക് ആദ്യമൊക്കെ നാടൻ ചെയ്തപ്പോൾ പേടിയായിരുന്നു. പിന്നെ അങ്ങോട്ടൊക്കെ അങ്ങ് മാറി മാഷിമാര് കളിയിലൂടെയൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഇന്നത്തെ പ്രകടനം മാത്രമായിട്ട് എന്ത് തോന്നുന്നു? ഇന്നത്തെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് ആണ്? ഹാപ്പിയാണ്? ഹാപ്പിയാണ്. നിങ്ങൾക്ക് അങ്ങനെ വേറെ ഇറങ്ങിയതിന് ശേഷം ഇത് കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നു, അങ്ങനെ ശരിയാക്കാം, അങ്ങനെ എന്തെങ്കിലും പേഴ്സണലി തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആരിൽ അത്ര കോൺഫിഡൻസ് ആണ് ടീം? ഇല്ല, തോന്നിട്ടില്ല. ഇല്ല, എന്റെ സ്റ്റാർ പയ്യൻ എവിടെ? എവിടെ? സുബീഷ് 9 സഹോദരങ്ങൾ ഇല്ലടാ? ഇല്ലേ? 9 സഹോദരങ്ങളുള്ളൊരു ടീമാണ്. ഇതാണ് ഏറ്റവും മൂത്ത ടീമാണ്. ഇവനെ തന്നെ പരിചയപ്പെടുത്തും. മഞ്ഞത്തോട് സുമിത്ര മോഹൻ ദമ്പതികളുടെ മകനാണ്, മൂത്ത മകനാണ്. വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്, ഇവരുടെ ഫാമിലിയുടെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് തന്നെ നാടകത്തില് ആയതിനു ശേഷം ഭയങ്കര എനർജിയാണ്. സുധീഷിന് സ്കൂളിൽ വരാൻ മടിയായിരുന്നു. ഞങ്ങള് അങ്ങനല്ല, ഇവരെ അങ്ങനെ അവരുടെ ഒരു രീതി, അത്രയും ഇളയ കുട്ടികളില്ലേ, അപ്പൊ അവരുടെ എല്ലാം ഉത്തരവാദിത്വം സുധീഷിനാണ്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അവന്റെ അമ്മയുടെ ഈ 9ാമത്തെ ഡെലിവറി. ഈ സമയത്ത് അവൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് പോകണം, എന്റെ അനിയന്മാരെ നോക്കണം, ഈ കൊച്ചുകുട്ടിക്ക് ഞാൻ ആഹാരം വെച്ച് കൊടുക്കണം. ഇവന്റെ അച്ഛൻ ഫോറസ്റ്റ് ജോലി ചെയ്യുവാണ്. അപ്പൊ അച്ഛൻ പോയപ്പോ ഒരാഴ്ച അല്ലാതുള്ള ജോലിയാണ്. അപ്പൊ അതിന്റെ ഇളയവനെ നോക്കാൻ വേണ്ടി 6 മാസം സ്കൂളിൽ വരാതിരിക്കുകയും ചെയ്തു. അങ്ങനെ, കാരണം അത്ര ഉത്തരവാദിത്വം അവൻ മൂത്തവനല്ല. വരുന്നില്ല. ഇവര് 9 മക്കളായുണ്ട്. ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും സ്കൂളിലാക്കണമെന്ന് ഈ സുമിത്ര എടുത്ത് ഞാൻ പോയി പറഞ്ഞു. അന്നേരം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ്, ഫീൽഡ് വർക്കാണ്. അങ്ങനെയാണ് ഈ കുട്ടികളെ കുറച്ച് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലും കുറച്ച് കുട്ടികളെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് വിഭാഗത്തിൽ? ഇത് മലബണ്ടാർ വിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടിയാണിത്. ആ മലബണ്ടാർ എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിൽ സ്ഥിരതാമസ ആൾക്കാരാണ്.
അവരെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് രക്ഷപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരുടെയും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാന ലക്ഷ്യം. വലിയ അഭിപ്രായമാണ് എന്നെ പറ്റി അധ്യാപകർക്ക്. സംബന്ധിച്ച് ഇപ്പോൾ ഈ നാടകത്തിൽ ഒരു നടനായതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സുധീഷ് അങ്ങ് മാറിപ്പോയി. ഇനിയിപ്പോൾ സുധീഷിനെ നമ്മൾ വീട്ടിലോട്ട് വിടാനാണ് ഇനിയും ബുദ്ധിമുട്ട്. സുധീഷിന് പോവോ? ഇനി പോവില്ലല്ലോ. അങ്ങനെ സുധീഷിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അധ്യാപകർ, ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീമിന്റെ ഏറ്റവും ഹൈ വോൾട്ടേജ് പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെയധികം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും ഇവർ സംസാരിക്കുകയും ചെയ്തു. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം MS ഹരികൃഷ്ണൻ, News 18.